ഭാരത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വയനാട് തൊണ്ടർനാട് കുങ്കിച്ചിറയിലുള്ള ഒരു അടിപൊളി കിടുക്കാച്ചി ടൂറിസ്റ്റ് പ്ലേസിലാണ്. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ഞാൻ പറയട്ടെ. നല്ല അടിപൊളി പൈതൃകം മ്യൂസിയത്തിലാണ് കേട്ടോ. ഞാനും കുറച്ച് പറയേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് വയനാട് ജില്ലയിലെ തൊണ്ടർനാട് കുങ്കിച്ചിറയിലുള്ള നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളെ പൈതൃകത്തെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന നല്ല അടിപൊളി മ്യൂസിയമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മ്യൂസിയക്ക് തോന്നുന്നില്ല കേരളത്തിൽ അധികം ഉണ്ടാവില്ല എന്ന് തന്നെ ഒറ്റയ്ക്ക് തോന്നുന്നു. നല്ല അടിപൊളി മ്യൂസിയമാണ്, നല്ല ഹിസ്റ്ററി ടൈപ്പാണ്. അപ്പോൾ ഗൈസ്, ഈ സ്ഥലത്തിന് കുങ്കിച്ചിറ എന്ന് വരാൻ കാരണം എന്നുള്ളതിന് ഒരു വലിയ ചെറിയ ചരിത്രം അവിടെ ഒഴുകി ഇറക്കുന്നുണ്ട്. അതായത് അവിടെ കണ്ടോ, അവിടെ ഒരു ചിറയുണ്ട്. ആ ചിരത്തിൻ്റെ നടുവിൽ ഒരു അടിപൊളി ശില്പമുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തെ പറ്റി നമുക്ക് പാപ്പ പറഞ്ഞു തരും. അപ്പോൾ കുട്ടികളെ, ഈ കാണുന്നതാണ് ഈ കുങ്കിച്ചിറ മ്യൂസിയത്തിന് തൊട്ടടുത്തുള്ള കുങ്കിച്ചിറ. അതൊരു ചെറിയ കുളം പോലെയാണ്, ചെറിയതല്ല, അത്യാവശ്യം വലുപ്പമുള്ള കുളമാണ്. അപ്പോൾ കുങ്കിച്ചിറ എന്ന് പറഞ്ഞാൽ ഒരു വർഷം വെള്ളം തടഞ്ഞു നിർത്തി കെട്ടി ഉണ്ടാക്കിയൊരു കുളമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിന് നടുവിൽ ഒരു ശില്പം പോലെ ഒന്നുണ്ട്. അത് കുങ്കിയമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു സ്ത്രീയുടെ പേരിലുള്ളതാണ്. ആ അമ്മ, കുങ്കിയമ്മ, ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാരുടെയും കാലത്തിന് മുമ്പുള്ള വാമൊഴികളിലുള്ളതാണ്. ആ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന കേളു എന്ന് പറഞ്ഞ ഒരു നാട്ടുരാജാവിൻ്റെ മകളായിരുന്നു അത്രേ. ഈ നാട്ടുരാജാവിൻ്റെ മകളായ കുങ്കിയമ്മ പിന്നീട് അവരെ അച്ഛൻ്റെ മരണശേഷം ഈ നാട് ഭരിച്ചിരുന്നു. ഇവിടുത്തെ ചുങ്കൊക്കെ പിരിച്ചിരുന്നു. അവർ പരിശ്രമഫലമായിട്ട് നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടതോ മറ്റോ ആയ ഒരു കുളമാണ് ഈ കുങ്കിച്ചിറ. നമുക്കതിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് കുറച്ച് വ്യൂസ് കാണാം. അത്യാവശ്യം വലിയ ചിറയാണ്, ഏകദേശം ഒരു 1.5 ഏക്കറെങ്കിലും കാണും ഇത്. അപ്പോൾ ഈ മ്യൂസിയത്തിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ ചിറയുള്ളത്. ഇതിൻ്റെ നടുവിലായിട്ടാണ് ആ അമ്മയുടെ, കുങ്കിയമ്മയുടെ പേരിലുള്ള ശില്പം കുളത്തിൻ്റെ നടുവിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മ്യൂസിയത്തിൻ്റെ വിസിറ്റിംഗ് എൻട്രിയാണ്. അവിടെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിനെ കുറിച്ച് മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിസിറ്റിംഗ് ടൈം 10 AM to 4:30, സന്ദർശക സമയം. ഹോളിഡേയ്സ് സാധാരണ മ്യൂസിയങ്ങളിലുള്ള പോലെ മൺഡേ ഹോളിഡേന്, കൂടാതെ കുറഞ്ഞ ഹോളിഡേയ്സ് ഉള്ളൂ. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, തിരുവോണം, മഹാനവമി. 4:30 വരെ, 10 തൊട്ട് 4:30 വരെയാണെന്ന് തോന്നുന്ന സമയം. അതെ, 10 to 4:30. നമുക്ക് മ്യൂസിയത്തിലേക്ക് പോവാം, കടക്കാം. ഷേബ് മുന്നിൽ നടക്കുന്നുണ്ട്. KM ഒരു ചെറിയ കുട, ഓലക്കുടയൊക്കെ ഉണ്ട്. മോളാ, ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. മ്യൂസിയം അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം. സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ഹട്ടാണ്.
കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി നമുക്ക് നോക്കി കണ്ടു തീർക്കാൻ കഴിയുന്നൊന്നുമില്ല. ഇതിൻ്റെ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാൻ ഇച്ചിരി പാടാണ്. ഇത് ആദ്യത്തെ ഒരു സെക്ഷനാണ്, വയനാട് ഹെറിറ്റേജ് ബയോ കൾച്ചർ പ്രൈഡ് ഓഫ് കേരള. ബയോ കൾച്ചറൽ കുറേ വീഡിയോ പ്രദർശനങ്ങളുണ്ട്. കുറേ ഹെർബേറി മോഡൽ പ്ലാന്റ്സിൻ്റെ, ഇവിടുത്തെ അപൂർവമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പിക്ചറുകൾ. ഇതാ ഇക്സോറ ഇലോങ്ങേറ്റ, ഏതോ ഒരു സ്പെഷ്യൽ തെച്ചിയാണ്. അതുപോലെ ദസിസീജിയം ദനേഷ്യാന, അതൊരു തരം ഞാവൽപ്പഴമായിരിക്കും, ഇവിടുത്തെ മാത്രം ഞാവൽപ്പഴമാണ് തോന്നുന്നു. പിന്നെ ഗാസീനിയം മൊറല്ല, അതൊരിനം കുടംപുളിയാണ്, ഇവിടുത്തെ ഒരു കാട്ടുകുടംപുളിയായിരിക്കും. പിന്നെ ഇവിടെ ഉള്ള ഒരു തരം വീട്, എൻ്റെ ചിത്രം ബാണാസുര ലാഫിംഗ് ഫ്രഷ്, ഇവിടെ മാത്രം കാണുന്നതായിരിക്കും. പിന്നെ സാധാരണ നമ്മളെ ഹോൺബില്ല്, മുലമുളക്കി വേഴാമ്പല്. പിന്നെ ഒരിനം കുരങ്ങൻ്റെ സെമ്നോപിറ്റേക്കസ് ജോണി. നാട്ടിലൊരു തവള, സ്പെഷ്യൽ തവള, ട്രീ ഫ്രോഗ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എൻഡമിക് ആയൊക്കെ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രത്യേകതകളായിട്ട് എൻഡമിക് പ്ലാന്റ്സ്, ഇവിടുത്തെ തനത് സസ്യങ്ങൾ. അതിന് നല്ലൊരു വീഡിയോ പ്രദർശനമുണ്ട്, കുറേ സമയം എടുക്കുന്നത് കണ്ടു തീർക്കാൻ. ഒരു ഉദാഹരണം അമ്മോണം യൂറിക്കാറ്റം എന്ന പ്ലാന്റ്സിനെ കുറിച്ച് പറയുന്നത്, അനാഫില്ലം വിറ്റി എന്ന പ്ലാന്റിനെ കുറിച്ച് പറയുന്നത്, എലിയോകാർപ്പസ് സെറാറ്റസ്. പിന്നെ ഒരുപാട് ഇവിടെ മാത്രമല്ല വെള്ളരി വർഗത്തിൽപ്പെട്ടൊരു ക്യുക്കുമിസ് സലിൽവാലി, അത് കേരളത്തിൻ്റെ ഈ നീലഗിരി ബയോസ്ഫിയറിലുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകം വ്യത്യസ്ത വനങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ. വെറ്റ് മൊണ്ടാന ഗ്രാസ്ലാൻഡ്. ഒരുപാട് കണ്ടു തീർക്കാനുണ്ട് ഇതിനകത്ത്. നെല്ലിനങ്ങൾ. ഇത് വയനാടൻ കാപ്പി, മലബാർ കുരുമുളക്, ഗന്ധകശാല അരി, ജീരകശാല അരി. 4 ടൈപ്പ് നെല്ല്, 2 ടൈപ്പ് നെല്ല്. പിന്നെ വയനാട്ടിലെ പ്രധാന എല്ലാം പറഞ്ഞിട്ടുണ്ട്. തത്തച്ചനാടൻ മൂപ്പൻ, പണിയർ, വെട്ടക്കുറുമർ, കുറിച്യർ, മുള്ളുകുറുമർ, അടിയർ, കരിമ്പാലർ, വയനാടൻ കാടൻ, പിന്നെ വയനാടൻ കാടർ, കാട്ടുനായ്ക്കർ. ഇതൊക്കെയാണ് പ്രധാന വിഭാഗങ്ങൾ.